it's me Lichas Kochikari Chaiti. Welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളത് നമ്മുടെ പുല്ലേപ്പടിയിലുള്ള സ്ക്രാപ്പിന്റെ ഷോപ്പിലാണ് ട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഈയിടയ്ക്ക് ഇട്ടപ്പോൾ കുറേ പേരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് നീ ഇത് ആക്രി കച്ചവടം തുടങ്ങിയെന്നുള്ളത്. ആക്രി കച്ചവടം ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെന്നാൽ ഞാൻ അധികം വീഡിയോസ് ഇടലാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. വണ്ടി കച്ചവടം മാത്രമല്ല നമുക്ക് ഇതും കൂടെ ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ഷോപ്പൊന്നും അല്ല. എനിക്ക് അറിയാവുന്ന ഇതെങ്ങനെയാണെന്ന് ഇവിടെ ഞാൻ വന്ന് പെട്ടെന്നുള്ളത് വളരെ വേറെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലെ എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ എങ്ങനെയാണ് വന്നതെന്നുള്ളത് വേറൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാനൊരു കോളീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോളീസിന് എനിക്കിപ്പോ റെഡി ക്യാഷ് കൊടുത്തിട്ട് എനിക്ക് അലോയ്സും കാര്യങ്ങളും വാങ്ങിക്കാനായിട്ടുള്ള ഒരു ബഡ്ജറ്റ് എനിക്കിപ്പോ നിലവിൽ ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ അതിന്റെ സെക്കൻഡ് അലോയ്സ് എവിടെയെങ്കിലും കിട്ടില്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പുല്ലേപ്പടിയുള്ള ഈ ഒരു ഷോപ്പിലേക്ക് വന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കും കോളീസിന്റെ അലോയ്സ് നമുക്കിപ്പോ നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഫ്രണ്ട്സായി. പിന്നെ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഏതായിരുന്നു ഒരു തവേരയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ വേറെ കുറച്ച് വണ്ടികളുടെ വീഡിയോസ് നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് നമ്മൾക്ക് എൻക്വയറി വരാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രദീപേട്ടനെ സമീപിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു പുതിയൊരു തവേര വന്നിട്ടുണ്ട്, അത് പൊളിക്കാൻ കൊണ്ടുവന്നേക്കണം, അപ്പോൾ ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര കമ്പനിയായി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നാൾ സമാധാനത്തോടെ ഇരുന്ന പ്രദീപേട്ടൻ്റെ സമാധാനം മൊത്തം ഇപ്പോൾ പോയിട്ടുണ്ട്. അതിനും മാത്രം കോൾസ് ആണ് ഇപ്പോൾ നിലവിൽ പ്രദീപേട്ടന് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രത്തോളം സ്ക്രാപ്പ് ഐറ്റംസിന് ഡിമാൻഡ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇവിടെ വന്ന് ഞാൻ ഇവിടുത്തെ വീഡിയോസ് കുറേ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കാണെന്നെങ്കിലും മനസ്സിലായി തുടങ്ങിയത്. ഇപ്പം ഇവിടെ ഏതെങ്കിലുമൊക്കെ വണ്ടികൾ പൊളിക്കാനൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അപ്പം തന്നെ പ്രദീപേട്ടൻ വിളിക്കും, ലിൻസി ഇതേ ഇന്നൊരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളൊരു വണ്ടിയുടെ വീഡിയോ ഇട്ട സമയത്ത് ആളുകൾ ഇവിടെ ഇല്ലാത്ത വണ്ടികളുടെ പാർട്സും കൂടെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് എപ്പോഴും നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളുടെയും കൂടെ പാർട്സും പല ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസം വന്നതാണ് ഈ കാണുന്ന സ്വിഫ്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് കുറേ പേര് വന്നിട്ട് അതാണ് റണ്ണിങ് കണ്ടീഷനിലാണ് ഈ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പല ആൾക്കാരും വന്നിട്ട് ചോദിച്ചു, ഇത്രയും റണ്ണിങ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി എന്തിനാണ് പൊളിക്കാനായിട്ട് ഇതിൻ്റെ ഓണർ കൊടുത്തത്? അത് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി ഇത് നമ്മൾ പണിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണിതുകൊണ്ടിരിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ കൊടുക്കണേക്കാളും ഡബിൾ ഇരട്ടി നമ്മൾ ചിലപ്പോൾ ഇതിന് മുതൽ ചിലവാക്കേണ്ടി വരും. മേ ബി അതുകൊണ്ടിട്ടായിരിക്കും കസ്റ്റമർ കൊടുത്തത്. അല്ലെങ്കിൽ ചിലപ്പം യൂസ് ചെയ്ത് എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അതെല്ലാം പുള്ളിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ റണ്ണിങ് കണ്ടീഷൻ ആയതുകൊണ്ടിട്ട് ഈ ഒരു വണ്ടി ഇങ്ങനെ കൊടുത്തപ്പോൾ പല ആൾക്കാരും എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ടാണ്. പിന്നെ ഈ ഒരു എന്താ പറയാ വണ്ടിയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ നമ്പർ പ്ലേറ്റ് കാണിച്ചിട്ടാണ് നമ്മൾ ഇട്ടത്. അപ്പൊ അത് നേരത്തെ ഓണർക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ വിഷയമല്ല, അങ്ങനെയല്ല. പുള്ളിനോടാണെങ്കിലും പുള്ളിയുടെ കസിൻസ് ഒക്കെ ഹായ് ഗൈസ് അമ്പോ നല്ല കിഡിലൻ ആലോചിച്ചാണല്ല. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ പുള്ളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന പോലെ എന്തിനാണ് വണ്ടി കൊടുത്തതെന്നൊക്കെ ഉള്ളത്. അത് വേറെ വിഷയം, അത് സീനില്ല, നമ്മൾ വിട്ടുപിടിച്ചേ. ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമ്മൾ കൊടുക്കാൻ പോണ സമയത്തല്ല കൊടുത്തു കഴിയുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ പല ആൾക്കാരും നമ്മൾ വിളിച്ച് ചോദിക്കുന്നത്. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കൊടുത്തു കഴിയുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കണം എന്തിനാണ് ആ ഫോൺ കൊടുത്തത്, നിനക്ക് എന്നപ്പോൾ നമുക്ക് എന്നൂടെ എന്നുള്ളത്. അതുവരെ ആരും ചോദിക്കില്ല. കുഴപ്പമില്ല, അത് സീനില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതെ, ഞാൻ ഈ ചേട്ടനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അതെനിക്ക് ഞാൻ വിളിച്ചായിരുന്നു പുള്ളിനെ, പക്ഷേ പുള്ളിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കാരണം നമുക്കറിയില്ല, നമ്മൾ ആ വീഡിയോ എടുത്ത സമയത്ത് അങ്ങനെ ഇട്ട് പോയതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ പാർട്സൊക്കെ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ ഡോറ് പിന്നെ ഇതാ കിടക്കുന്ന അതിൻ്റെ അലോയ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിങ്, സീറ്റ്, സ്പീഡോമീറ്റർ, പിന്നെ ബാക്കിൽ സീറ്റ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എന്നറിയാവുന്ന ആൾക്കാരാണല്ലോ ദൈവം മൊത്തം. യെസ്, ഇതിൻ്റെ ബാക്ക് സൈഡിലെ സീറ്റ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഓൾറെഡി ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ എണ്ണത്തിൻ്റെ ഇതൊക്കെ ഇവിടെ നിന്ന് കുറേയൊക്കെ പൊളിച്ച് കളഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് പക്ഷേ ഇവിടെ ഒന്ന് ക്രാക്ക് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ടെയിൽ ലൈറ്റും കണ്ടോ, ഇതൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട്. ഡിക്കി കൊടുക്കാം, ഡിക്കിയുടെ ഡോർ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഗ്ലാസ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടാ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക്
വേറെ വണ്ടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു വണ്ടിയും കൂടെ അല്ലല്ല, ഇതല്ല, നമുക്കൊരു നാനോ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്, ഞാൻ എത്രാമത്തെ തവണയുള്ളൂ ഈ പറഞ്ഞു? 2ാമത്തെ തവണ. നിങ്ങളുടെ തന്നെ ആണോ? ഓക്കെ. ഏത്? ഇത് ഇട്ടായിരുന്നു, ഞാൻ ഫുൾ വ്ലോഗ് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ ഇപ്പൊ കുറച്ചേരം വന്നതേ ഉള്ളു. നിങ്ങൾ എന്നിവിടെ തളച്ചിട്ടേക്കുവാണെന്ന്. നിങ്ങ എവിടെന്നാ? പാലരട്ട. ഓക്കെ. വിജോ ജോയല് ആണോ? ഓ പറഞ്ഞത്. ഓക്കെ ശരി എന്നാ. ഓക്കെ. പിന്നെ അടുത്തത് എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് കേട്ടോ പിള്ളേരൊക്കെ. ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവേര ഇപ്പൊ ഏകദേശം പാർട്സ് ആയി തുടങ്ങിയിട്ടാ. അതിന്റെ ഡോറും ഡോറ്, സെന്റർ സീറ്റ്, എല്ലാ സാധനങ്ങളും, അതിന് മിക്ക സാധനങ്ങളും കൊണ്ടുപോയായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു ആകെ ആ ഒരു ബോഡി ഷെല്ല് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടാ. അപ്പൊ അതുണ്ട് കേട്ടാ, അതുണ്ട്. അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത് ഈ സീറ്റും ഡോറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാ. ഓക്കെ. AC ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗും ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത നമ്മൾ കാണിക്കുന്നത് ടാറ്റ നാനോയാണ്. ഇത് പൊളിക്കാനായിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ്. ഇതിന്റെ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, ഹെഡ് ലൈറ്റ് അവൈലബിൾ ആണ്. സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഇപ്പൊ മഴ വന്നത് കൊണ്ടിട്ട് നൈസായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട്. വേറെ ഒരു സീനും ഇല്ല. സീറ്റ് ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഇന്റീരിയർ എന്ന് കൊണ്ടാ. ഓക്കെ. ഇവിടെ മൊത്തം ചെളിയാണ് ഗൈസ്, അതാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നാനോന്റെ ഇന്റീരിയർ. ഇതാണ്. ഇത് കണ്ടാ, നല്ല കലക്കനായിട്ടുള്ള ഇന്റീരിയർ ആണ്. ഇത് കണ്ട സീറ്റൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല സീറ്റാണ്. ഇപ്പം മഴ വന്നപ്പോൾ ഒന്ന് നനഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സീ മാത്രമേ ഉള്ളൂ. ഒന്ന് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിങ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു പാനൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ സ്പീഡോമീറ്റർ. എൻ്റെ അടുത്ത് ആരോ ഗ്ലോ ബോക്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും നാനോൻ്റെ പാർട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ. ഇതാണ് നമ്മുടെ നാനോ. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ലൈറ്റ്, അതുപോലെ തന്നെ ഈ സാധനത്തിന് വരെ സത്യം പറഞ്ഞാൽ ഡിമാൻഡ് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ. കാരണം ഈ ലോഗോവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടാ. പിന്നെ അത് ഈ സാധനം നമ്മുടെ വൈപ്പർ, ഇതൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നാനോൻ്റെ എന്തെങ്കിലും പാർട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടെ. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ പൊളിക്കാനായിട്ട് ഇട്ടേക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന വണ്ടികളാണ് ഇതെല്ലാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ്. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് അയ്യോ എനിക്ക് ഇതിലേക്ക് കൂടെ പോകാൻ പറ്റില്ല, ഞാൻ അപ്പുറത്ത് കൂടെ തന്നെ വരേണ്ടി വരും, അത് നടക്കുള്ളൂ. കണ്ടോ, എല്ലാ സാധനങ്ങളും എന്നാൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെ സാധനങ്ങൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് പൊളിക്കാനായിട്ട് വന്നേക്കണം. ഈ മാറ്റിക്സ്, ഈ വണ്ടിയൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴുള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും. എൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എനിക്കിതിൻ്റെ ഫേസ് കാണുമ്പോൾ ഒരു മോമോൻ്റെ ഫേസ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മുഖമല്ലേ ഇതിൻ്റെ. ഇപ്പം ഈ ഒരു വണ്ടിയുടെ പാർട്സ് വെച്ചിട്ട് ഒരു ചേട്ടൻ ഇപ്പം ഇവിടെ വന്ന് കളക്ട് ചെയ്ത് പോയതേ ഉള്ളൂ കേട്ടോ. വിയോടാ സ്പാർക്കിൻ്റെ എഞ്ചിനോ? വരാവേ. പിന്നെ ഇത് ഏതായിരുന്നു എടാ? ഇത് വെർണയല്ലേ ഗൈസ്? ഇത് വെർണയാണ്. വെർണയുടെ അകത്തിന് ഒന്നും അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം സീറ്റൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ബാക്കി എല്ലാ പാർട്സും പോയി. ഇതുണ്ട്, എഞ്ചിനൊക്കെ അഴിച്ചു വെച്ചേക്കണാണ്. പിന്നെ അലോയ്സ് എവിടെയാണ്? ഞാൻ കാണിച്ചു തരാം. ക്രൂസിൻ്റെ അലോയ്സ് കാണിച്ചു തരാവേ. ഇതാണ് തവേരയുടെ ഇന്റീരിയർ ആണ്. ഇതുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ പാർട്സും. ഈ ബോഡി ഷെല്ലിന് വരെ ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടാ. കാണിച്ചു തരാം. കണ്ട ഈ ഒരു കണ്ടീഷനാണ്. ഹെഡ്ലൈറ്റ് ഒക്കെ ആർക്കെങ്കിലും വേണം ഒന്ന്, എനിക്ക് തോന്നുന്നു ഒന്ന് ബഫ് ചെയ്ത്. പക്ഷേ ഹെഡ്ലൈറ്റ് ഒരു സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഇപ്പുറത്തെ സൈഡ് ഇത് കണ്ട പൊട്ടിയിരിക്കണേണ്. അപ്പം അതുകൊണ്ടിട്ട് ഇതിൻ്റെ ഈ സൈഡ് റൈറ്റ് സൈഡ് മാത്രമേ ഹെഡ്ലൈറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതും അതുപോലെ തന്നെ തവേരയാണ്, തവേരയുടെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട്
ഇതാണോ? ഈ വണ്ടിയാണല്ലോ ഇത്. സിവിക്കാണ്. കറുത്ത ഇവിടെ മൊത്തം ചെളിയുണ്ട് ഗൈസ്. ഞാൻ നോക്കിയും കണ്ടൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രൂയിസ്, ഷെവർലെ ക്രൂയിസ്. അതിൻ്റെ അലോയ്സ് നമുക്കുണ്ട്. അലോയ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. അതെ, ഇത് കണ്ട 4 അലോയ്സ് അവർക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടിട്ട് നിങ്ങൾ പുച്ഛിക്കണ്ട കേട്ടോ. കാരണം ഒന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല കിഡിലൻ അലോയ്സ് ആണ്. ഇത് കണ്ട ഒക്കെ പോവാൻ 10 ആൾക്കാർ എന്തായാലും നോക്കും നമ്മളാ. പിന്നെ ഇവിടെ ആയിട്ട് ജെന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ പാർട്സ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഈ വശത്തേക്ക് അങ്ങോട്ട് വരാറില്ല. എനിക്ക് തോന്നുന്നു സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് ഒക്കെ അവൈലബിൾ ആണേ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ 800 ആണ് കേട്ടോ. 800 ഇതൊക്കെ ഏകദേശം പൊളിച്ച് അതെന്ന് പറഞ്ഞാൽ പൊളിച്ചിട്ടേക്കണാണ് ഓൾമോസ്റ്റ്. അതാണ് അധികം അങ്ങോട്ട് കാണിക്കാത്തത്. കണ്ടല്ലോ, അവിടെ ജെന്ന അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ കൊറോള ഈ ഒരു വശത്ത് കിടക്കുന്നുണ്ട്. ഞാൻ ഒന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം നമ്പർ പ്ലേറ്റ് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ. കണ്ടോ, ഇതിപ്പോൾ ക്രൂസ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം അഴിച്ചിട്ടേക്കുവാണ്. കണ്ടല്ലോ, എല്ലാം ഇപ്പം അഴിച്ചിട്ടേക്കുവാണ്. അകത്തുള്ള കാഴ്ചയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഞാൻ കുറച്ച് പുറത്തത്തെ അല്ലേ കാണിച്ചത്. ഇപ്പം ഇത് ഒരു സ്വിഫ്റ്റ് പൊളിക്കാനുള്ളതാണ്. അതും കഴിഞ്ഞിട്ട് ഇതൊരു സ്വിഫ്റ്റ് പൊളിച്ചിട്ടേക്കണേണ്. ഇതിൻ്റെ ബോഡി ഈ ഷെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് സ്കോഡ ഉണ്ട്. സ്കോഡ ഇതുണ്ട്, 2 സ്കോഡ കിടക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വെറൈറ്റീസിലുള്ള പല വാഹനങ്ങളുടെ ഡോർ നമുക്ക് ഇവിടെ കിട്ടും. ആ സൈഡ് കാണിച്ചു കൊടുക്ക്. എന്താ, ഇതാണ് ചോട്ടു ചേട്ടൻ. പിന്നെ ഓക്കെ, സ്കോഡ കാണിച്ചു തരാം. എന്താ, ഇതെല്ലാം ഈ സാധനങ്ങൾക്ക് വരെ ഡിമാൻഡ് ഉണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ആ ഹെഡ്ലൈറ്റ് ഒക്കെ പോയി. ഹെഡ്ലൈറ്റ് അവിടെ ഉണ്ടാവും കേട്ടോ, തൂക്കിയിട്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടില്ലേ? ഇതിൻ്റെ ഉണ്ടാവും കേട്ടോ. കണ്ടോ, മറ്റേ നമ്മുടെ ഇറച്ചി കടയിൽ പോകുമ്പോഴത്തേക്ക് ഇറച്ചി ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ തൂക്കിയിടത്തില്ല, അതുപോലെ ഹെഡ്ലൈറ്റും ടെയിൽ ലൈറ്റും പാർട്സ് ഒക്കെ തൂക്കിയിട്ടേക്കണം. കണ്ടാ, നല്ല രസമില്ലേ കാണാനായിട്ട്? അപ്പം അതുപോലെ ഇവിടെ പല വണ്ടികളുടെയും പാർട്സ് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബെൻസ് C220 അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഈ സീറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഇവിടുത്തെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അതെ കാണിച്ചു തരാം. ഈ ഒരു പാനൽ ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള സാധനമാണ്. ഇത് കണ്ടോ ഒക്കെ സെറ്റപ്പ് സാധനം. സീറ്റ് എനിക്ക് ഇഷ്ടപ്പെടും. എന്താ സംഭവം എന്ന് പറയുന്നത്, തുറക്കുമ്പോൾ തന്നെ ആ ഒരു ബെൻസിൻ്റെ അകത്ത്, പഴയ ബെൻസിൻ്റെ ഒക്കെ അകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട്. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്കത് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ഈ ഒരു വണ്ടി തുറന്നപ്പോൾ എനിക്ക് ആ ഒരു സ്മെല്ല് എനിക്ക് കിട്ടി. ഇപ്പോഴും മണത്തോണ്ടിരിക്കും. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. സീറ്റും ഇതിൻ്റെ സീറ്റ് നമുക്ക് ഉണ്ട് കേട്ടോ. സീറ്റ് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. പിന്നെ സ്റ്റിയറിങ് ആ ബെൻസിൻ്റെ ലോഗോ വരുന്ന സ്റ്റിയറിങ് അതൊക്കെ കാണിച്ചു കൊടുക്കുക. അതൊക്കെ ആൾക്കാരുണ്ട്, നമുക്ക് ചോദിക്കും ആൾക്കാർ. പിന്നെ അത് ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കൂട്ടെ, ഈ സാധനമൊക്കെ ഇതുവരെ ചോദിക്കാൻ ആൾക്കാരുണ്ടെന്ന്. ബെൻസ്, പിന്നെ ഈ ഒരു AC വെൻസ് നിങ്ങൾ പുച്ഛിക്കേണ്ടതുണ്ടാ, എല്ലാം നല്ല പക്കയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുവരെയും ചോദിക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ ഈ ബാക്ക് ഡോറ് ഓപ്പൺ ആവൂല. ഓപ്പൺ ആകും ഗൈസ്. കണ്ട ആ ഒരു മണം, ഈ പഴയ വണ്ടിയിലൊക്കെ ഉള്ളൊരു മണം. പിന്നെ ടെയിൽ ലൈറ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. പൊട്ടി മീൻസ് അങ്ങനെയല്ല, ഒരു ചിന്നൽ പോലെ, അത്രേ ഉള്ളൂ. അപ്പുറത്തെ ടെയിൽ ലൈറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ബെൻസിൻ്റെ ലോഗോ ഈ സാധനം പോയേ, ഇത് നിങ്ങൾ ബാക്കി ഒട്ടിച്ചെടുക്കേണ്ടി. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെ എഞ്ചിൻ ഇവിടെ നമുക്ക് പൊളിച്ചിട്ടേക്കണം കാണാൻ പറ്റും. നമുക്ക് ഇവിടെ എഞ്ചിൻ പാർട്സ് ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ അത് തവേരയുടെ ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ അത്. പിന്നെ ഈ ഒരു വശത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കണ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ബയ്യ ഇതെന്തുവാ ബയ്യ, കീ സെറ്റോ? ഇതെന്താ എന്തായിരുന്നു? സ്റ്റിയറിംഗ് കോളം
സ്റ്റിയറിംഗ് കോളം, ഇതിനൊക്കെ ഓരോ സയൻറ്റിഫിക് നെയിം ഉണ്ട് ഗൈസ്, നമ്മൾ പറയണ ഓരോന്നല്ല. ഇനി ഞാൻ പറയണതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞുതരാം, അല്ലാതെ പൊങ്കാലിടയല്ല ചെയ്യേണ്ടത്. ഓക്കെ, എന്നാൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. എപ്പോഴും കുറ്റപ്പെടുത്താൻ മാത്രമേ ആൾക്കാർക്ക് നേരുള്ളൂ. അറിയില്ലാത്ത കാര്യങ്ങളുണ്ടാവും, അപ്പോൾ അത് പറഞ്ഞുതരാം. ഇതാണ് ഗൈസ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടേ, പിടിക്കൂ. ഇത് ഇന്നോവയുടെ അല്ലല്ല, അതൊന്നും മാറ്റിക്കോ, അത് BMW ആണ്. എന്തായിരുന്നു, യെസ്, ഇന്നോവയുടെ അലോയ്സും അതുപോലെ തന്നെ എൻ്റെ ഫോണാണ്. അലോയ്സ് നമുക്ക് കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. 4 ടയേഴ്സ്, 4 അലോയ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ BMW, ഇത് കണ്ട ഈ ലോഗോ ഒക്കെ കാണിച്ചു കൊടുക്കുക, ഇത് കണ്ട BMW അലോയ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. 4 അലോയ്സും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പാർട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഇതുണ്ടല്ലോ, എൻ്റെ തലക്ക് മീരെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പല വണ്ടികളുടെയും ഹെഡ്ലൈറ്റ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. കണ്ട, അത് മാത്രമല്ല പല പാർട്സും ഇതൊക്കെ. ഇതാണ് ത്രോട്ടിൽ ബോഡിയൊക്കെ ഇരിക്കുക, അതല്ല അതിൻ്റെ പൊക്കത്താണ് ത്രോട്ടിൽ ബോഡി. ഇത് അതിൻ്റെ മേളിലാണ്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവോ? യെസ്, കണ്ട ത്രോട്ടിൽ ബോഡി, ഇത് പല വണ്ടികളിലെ ത്രോട്ടിൽ ബോഡിയാണ് അതിൻ്റെ മേളിലിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതേപോലെ തന്നെ റേഡിയേറ്റർ സംഭവങ്ങൾ. പിന്നെ വീൽ കപ്പൊക്കെ ഉണ്ട് കേട്ടോ. വീൽ കപ്പൊന്നും അങ്ങനെ ആൾക്കാർ ചോദിക്കില്ല. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അലോയ്സ് ആണ്. വീൽ കപ്പ് ഭയങ്കര കുറവാണ് ചോദിക്കുന്നത്. ആവശ്യക്കാരുണ്ടോ? പക്ഷെ ഇല്ല ഞാൻ പറയുന്നില്ല, പക്ഷെ കൂടുതലും ചോദിക്കുന്നത് അലോയ്സ് ആണ്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇനി അവിടെയൊക്കെ ഓൾമോസ്റ്റ് കുറേ വണ്ടികളുടെ പാർട്സ് ആണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം പല വണ്ടികളുടെ പാർട്സാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ പാർട്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും വണ്ടിയുടെ ഒക്കെ പാർട്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി അടുത്തത് കാണിക്കാനുള്ളത് ഇതാണ്. ഇത് ഫിഗോൻ്റെ, യെസ്, ഫോർഡ് ഫിഗോൻ്റെ ഡോറാണിത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വന്നിട്ട് എനിക്ക് കോളേജിൻ്റെ ഒരു സാധനം പോലും കിട്ടിയില്ല. കാരണം എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമായിരുന്നു ഈ കാണുന്ന ഡോറ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ. 2 ഡോറ് നമുക്കിവിടെ അവൈലബിൾ ആണ്. യെസ്, കോളേജിൻ്റെ. ഓക്കെ, ആലോചിച്ചൊന്നും ഞാൻ ചോദിക്കില്ല കേട്ടോ. വന്നു കഴിഞ്ഞാൽ അത് ഞാൻ മേടിക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരുള്ളൂ. ഇല്ല കേട്ടോ, നിങ്ങൾക്ക് തരാൻ ചുമ്മാ പറഞ്ഞാണ്. ഞാനത് അന്വേഷിച്ച് വന്ന് ഇവിടെ തങ്കമായി ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പീഡോമീറ്റർ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തേക്ക് വെച്ചേക്കുന്നതാണ്. റേഡിയേറ്റർ ഫാനും അതുപോലെ തന്നെ ഇത് വരുമ്പോഴത്തേക്കും നമ്മളുടെ ഇത് ഏതിന്റെ ആയിരുന്നു? അതെ, ബീറ്റിന്റെ ഹെഡ്ലൈറ്റ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അലോയ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ എൻ്റെ പേര് പറഞ്ഞല്ല, ഇഗ്നീസ്. യെസ്, ഇഗ്നീസിന്റെ അലോയ്സ് ആണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഇവിടെയും വേറെ ഒരുപാട് അലോയ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ആയിട്ട് റേഡിയേറ്റർ ഒക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടോർച്ച് ചെയ്ത് കാണിച്ചു തരാം. യെസ്, ഇപ്പോൾ ഇവിടെ ഇരുട്ടാണ് ഗൈസ്. അവിടെ ആയിട്ട് റേഡിയേറ്റർ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇതുണ്ടോ, ഇവിടെയും ഒരുപാട് പാർട്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കുറച്ചൊക്കെ പഠിച്ച് വരുന്നുള്ളൂ ഗൈസ്. ഷോക്ക് അബ്സർബർ ഇരിക്കുന്നുണ്ട് വണ്ടിയുടെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കോമൺ റെയില് അതുപോലെ തന്നെ ഇത് എനിക്കറിയാമായിരുന്നല്ലോ ഈ സാധനം എന്ത് വരുന്നത്. മറ്റേ ഇത്, അയ്യോ പേര് മറന്നുപോയി. നിങ്ങൾക്ക് പേര് കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് ഈ സാധനത്തിന് എനിക്കറിയായിരുന്നു. ഇത് മറ്റില്ലേ, ഏതാന്ന് മനസ്സിലായ നമ്മള് ഗ്ലാസ് കയറ്റാ, അതാണോ? എനിക്കിപ്പോൾ അറിയാൻ പാടില്ല, ഞാൻ മറന്നുപോയി ഗൈസ്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണിത്. അങ്ങനെ എന്തോ ഞാൻ മറന്നുപോയി. പിന്നെ ഇവിടേക്ക് ഇരിക്കുന്നത് കൂടുതലും ഷോക്ക് അബ്സർബറാണ്. ഏത് വണ്ടിയുടെ ഷോക്ക് അബ്സർബർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ചിലതിൻ്റെ ഉണ്ടാവില്ല, ചിലതിൻ്റെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ സ്കോഡ, സാൻഡ്രോ, അതുപോലെ തന്നെ ഏതൊക്കെ ഇരിക്കുന്നത്, ഇത് കുറേ ഉണ്ട് കേട്ടോ. ഫീസ്റ്റ, അങ്ങനെ ഒരുപാട് വണ്ടികളുടെ ഷോക്ക് അബ്സർബർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാർട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ
എന്തെങ്കിലുമൊക്കെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. കാരണം കുറേ പേര് ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലാവുന്നതുകൊണ്ടാണ്, നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട്, റീച്ച് ആവുന്നതുകൊണ്ടിട്ട് തന്നെ കുറേ കോൾസ് വരുന്നുണ്ട്. നമ്മൾ ചുമ്മാ വിളിച്ച് കളിയാക്കുന്നവരും ഉണ്ട്. അപ്പോൾ ചായ കുടിച്ചോ ചോറ് വിടുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിനെയൊക്കെ നമുക്ക് സ്കിപ്പായി പോകും. അതുകൊണ്ടിട്ട് താല്പര്യമുണ്ട് നിങ്ങൾക്കൊരു പാർട്സ് അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കോൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അത് നമുക്ക് ഫ്രീ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മൾ സ്ക്രാപ്പിൻ്റെയൊക്കെ ഒരു ഫുൾ വ്ളോഗായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരുപാട് വീഡിയോസ് ഇനിയും വരും, പ്രതീക്ഷിക്കാം. നമുക്ക് വണ്ടി കച്ചവടം മാത്രമല്ല നമ്മളിതും കൂടെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വണ്ടികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.